എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ ജോലിയുള്ള നാട്ടിൽ അവധിക്ക് വന്ന ഒരു മലയാളി ഞങ്ങളുടെ ഇടയ്ക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ചക്കപ്പഴത്തിന് പുറമടൽ കൂട്ടി അത് തൂക്കുന്നത്. പുറമടൽ കൂട്ടി ചക്കപ്പഴത്തിന് അവിടെ കിലോയ്ക്ക് 15 ഓസ്ട്രേലിയൻ ഡോളർ വിലയുണ്ട്. അപ്പോൾ ചോദിച്ചു, ഓസ്ട്രേലിയൻ ഡോളറിന് എന്നാ വിലയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 70 രൂപ വിലയുണ്ട്. ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയപ്പം ചക്കപ്പഴത്തിന് ചക്കയുടെ മുള്ളും കൂഞ്ഞി എല്ലാം ഉൾപ്പെടെ 1050 രൂപ ഒരു കിലോയ്ക്ക് അവിടെ വിലയുണ്ട്. ആ ചക്കപ്പഴം മുഴുവൻ വരുന്നത് വിയറ്റ്നാമിൽ നിന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അമേരിക്കയിൽ നമ്മുടെ ഈ റംബുട്ടാൻ്റെ തൊണ്ടും കളഞ്ഞ് അകത്തെ കുരുവും കളഞ്ഞ് അതിനെ 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 450 മിച്ചം ഗ്രാം ഒരു ടിന്നിലാക്കി അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അവിടുത്തെ വിലയെന്ന് പറയുന്നത് 25 അമേരിക്കൻ ഡോളർ, ഏതാണ്ട് 2350 രൂപ. അത് 450 ഗ്രാമിനാണ് കേട്ടോ. അതേസമയത്ത് അത് കിലോയ്ക്ക് നമ്മൾ കൂട്ടുമ്പം 5200-ലധികം രൂപ വിലയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ കർഷകന് ഇതിനനുസരിച്ചുള്ള ഒരു വില ലഭിക്കുന്നില്ല? അതാണ് ചോദ്യം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാർഷിക വിഭവങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. ഗാന്ധിജി അന്ന് പറഞ്ഞു, കൃഷിക്കാരനാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൃഷിക്കാരൻ്റെ നട്ടെല്ല് ചവിട്ടി ഓടിച്ചിട്ടിരിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15% ഉണ്ടായിരുന്ന കൃഷി 5% കേരളത്തിൽ കുറഞ്ഞു. ഒന്നാമത് ഈ കേരളത്തിലെ കൃഷി എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ കൃഷികളാണ്, സ്മോൾ സ്കെയിൽ കൃഷി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷി ലാഭകരമല്ല. ഉദാഹരണം പറയാം, ഒരാൾ ഒരു 15 സെൻറ്റിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് കപ്പ നടാൻ തീരുമാനിച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ കാട്ടുപന്നിയും എലിയും മുള്ളനും എല്ലാം ആ പറമ്പിലെത്തും. അതേസമയത്ത് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു 150 ഏക്കർ സ്ഥലത്താണ് കപ്പ നടുന്നതെങ്കിൽ അവിടെ എല്ലാവരും കൂടെ നേരിടുന്നത് കൊണ്ട് ഇത്രയും വലിയ നഷ്ടങ്ങൾ വരാനില്ല. പലയിടത്ത് പിടിക്കുന്നത് കൊണ്ട് ഈ ക്ഷുദ്ര മൃഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും കഴിയും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആധുനിക രീതിയിൽ മെഷീനറി ഉപയോഗിച്ചുള്ള കൃഷികൾ കേരളത്തിലില്ല. അങ്ങനെ ചെയ്യാൻ പറ്റിയാലേ കൃഷി ലാഭകരമാക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു ചോദ്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, ആരാണ് കൃഷിക്കാരൻ? കൃഷിക്കാരൻ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? അതിന് 2-3 ഉത്തരവുണ്ട്. അതിലേറ്റവും പ്രധാന ഉത്തരം, കൃഷി മൂലം രാജ്യത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാക്കുന്നവനെയാണ് യഥാർത്ഥ കൃഷിക്കാരൻ എന്ന് പറയേണ്ടത്. വിദേശത്ത് നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്താൽ അവർക്ക് ഡോളറായിട്ട് പണം കൊടുക്കണം. അങ്ങനെ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഇളകും. അതുകൊണ്ടാണ് ഈയിടെ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ കുറേ നിയന്ത്രണങ്ങൾ കുറച്ച് കാലത്തേന് പാലിക്കണമെന്ന് പറഞ്ഞത്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളും ഡോളറിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് തന്നെ ഗാന്ധിജി പറഞ്ഞത്, കർഷകൻ രാജ്യത്തിൻ്റെ നട്ടെല്ലാണെന്ന്. ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു ചെല്ലുമ്പോൾ പച്ചച്ചക്ക ഉണക്കി കയറ്റുമതി ചെയ്യുന്നതിന് അങ്ങനെയുള്ള കമ്പനിക്കാരോട് ചോദിച്ചപ്പം 860 രൂപ മുതൽ 960 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് കേരളത്തിൽ. കേരളത്തിൽ നിന്ന് കയറിപ്പോകുമ്പോൾ അത്രയും വിലയുണ്ട്. ചക്ക വരട്ടിയത് എന്നതിന് ഈ ലോക്കലിൽ പോലും 1200 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. അപ്പോൾ ഇത് വിദേശത്ത് ചെന്നാൽ അതിൻ്റെ വില എന്നതായിരിക്കും? ചക്കപ്പഴം ഉണങ്ങിയതിന്, അതായത് ഈ അത്തിയട പോലെ അത്തിപ്പഴം ഉണങ്ങിയെടുക്കുന്നത് പോലെ ചക്കപ്പഴത്തിനെ ഉണങ്ങിയെടുക്കാം. അങ്ങനെ ഉണങ്ങിയ ചക്കപ്പഴത്തിന് 2000-ലധികം രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത് വിദേശ മാർക്കറ്റുകളിൽ. കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തും ചോക്ലേറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. കൊക്കോ ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേരളം. എന്നാൽ കേരളത്തിലെ കർഷകൻ്റെ കൂട്ടായ്മയിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറി പോലും ഇവിടെ ഇല്ല. ഉണ്ടാക്കാൻ കൃഷിക്കാരനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഗവൺമെൻറ് ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിക്കുന്നുമില്ല. വേറൊരു കൃഷിയാണ് ഈ പൈനാപ്പിൾ. വാഴക്കുളത്ത് പൈനാപ്പിൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അതിന് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുക. അതായത് രാഷ്ട്രീയക്കാർ അതും പൂട്ടിച്ചു. അതുകൊണ്ട് എന്തുവേണ്ടി കേരളത്തിലുണ്ടാക്കുന്ന പൈനാപ്പിളുകൾ
ടോറസ് ലോറികളിൽ വടക്കേണ്ടിയിലോട്ട് പോകുന്നു. അവിടെ നിന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനം വലിയ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്കിട്ട് തന്നെ വിൽക്കുകയും ചെയ്യും. ദൂഷ്യം എന്താ? ഈ കേരളത്തിലെ പൈനാപ്പിൾ കൃഷിക്കാരന് സമയവും കാലവും ഒക്കെ കിട്ടിയാൽ കിട്ടി, അല്ലേ പോയി. അതേസമയത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ ഒരു കൊക്കോ പോലും, ഒരു റംബുട്ടാൻ പോലും, ഒരു മംഗോസ്റ്റിൻ പോലും, ഒരു ചക്കപ്പഴം പോലും, ഒരു പച്ചച്ചക്ക പോലും, ഒരു പാളയംകോടൻ കുല പോലും വേസ്റ്റായി പോകില്ല. ഇതാ സത്യം. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും അടുത്ത് പരാതി പറയാൻ കുറേ കൃഷിക്കാരുടെ നേതാക്കന്മാർ പോവും. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പിലെ സാറുമാരെ ഇഞ്ഞ് വിളിക്കും. ശമ്പളവും പെൻഷനും മേടിക്കാനല്ലാതെ എന്ത് കോപ്പം അവർക്കറിയാവുന്നത്. അവർ പറയും വാഴ ഒന്നിന് നഷ്ടം 3 രൂപ വെച്ച് 3 സാമ്പത്തിക വർഷം കഴിഞ്ഞ് കൊടുക്കാം. കൃഷിക്കാരൻ്റെ കൈ കിട്ടുന്നതെന്നാ 4 വർഷം കഴിഞ്ഞ്. അതിൻ്റെ ഉദാഹരണം എന്താണെന്നറിയോ? 2026 ഫെബ്രുവരിയിൽ അളന്ന നെല്ലിൻ്റെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. കൃഷിക്കാരൻ എങ്ങനെ ജീവിക്കും? 140 ദിവസം മതി നെല്ല് വിതച്ച് വളർന്ന് പാകമായി കൊയ്തെടുക്കാൻ. 140 ദിവസം മതി. ഈ 140 ദിവസം കൊണ്ട് വളർന്നു വന്ന നെല്ല് കൊയ്ത് സർക്കാരിന് കൊടുത്തിട്ട് 150 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പണമില്ല. പിന്നെ എന്തിനാ കൃഷി വകുപ്പ്? പിന്നെ എന്തിനാ കൃഷി മന്ത്രി? ഇതൊക്കെ തന്നെയല്ലേ പഴയ ഗവൺമെൻറ്റും പിണറായി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ ഗവൺമെൻറ് വന്നിട്ട് എന്നാ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന ശമ്പളവും അല്ലെങ്കിൽ അവർക്ക് അലോട്ട് ചെയ്യുന്ന ആ തുക കൃഷിക്കാരന് വീതിച്ച് കൊടുത്താൽ അങ്ങനെയെങ്കിലും കൃഷിക്കാരന് ഒരു ഗതി ഉണ്ടാവും. യഥാർത്ഥ കൃഷിക്കാരൻ എന്നത് പെൻഷൻ പറ്റിയിട്ട് വീട്ടിൽ പോയിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമല്ല. അവർക്ക് പെൻഷൻ്റെ പുറത്ത് ഒരു നേരം പോക്ക്, ഒരു വ്യായാമം, പിന്നെ ഒരു ചെറിയൊരു വരുമാനമെങ്കിൽ അത് അവർക്ക് കൃഷിക്കാരൻ്റെ വേദനയൊന്നും അറിയാൻ പറ്റിയല്ല. അവരല്ല കൃഷിക്കാരൻ. എന്താണ് പരിഹാരം? പരിഹാരം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരവും മേൽനോട്ടത്തിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കാർഷിക വിഭവങ്ങൾ മാറ്റുന്ന വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിൽ വിറ്റ് അതിൻ്റെ യഥാർത്ഥ വിലയ്ക്ക് ആനുപാതികമായ ഒരു വില കൃഷിക്കാരന് കൊടുക്കുക എന്നത് മാത്രമാണ് ഏക പരിഹാരം. 2, ആധുനിക മിഷനറികൾ ഉപയോഗിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഫാമിംഗ് രീതിയിൽ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് കൃഷി ചെയ്ത് ലാഭത്തിലാക്കണം കൃഷി എന്നതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. അതിന് സ്വകാര്യ ഏജൻസികളെ ഗവൺമെൻറ് അനുവദിക്കുകയും ആവശ്യമായ മുഴുവൻ സപ്പോർട്ടും ചെയ്യണം. ഇതൊന്നും ഗവൺമെൻറ് ചെയ്യാൻ പോകരുത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയ്താൽ ഇതെല്ലാം പാളിപ്പോവുകയുള്ളൂ. 3, വിദേശ വിപണികൾ കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാനും ആവശ്യമായ സാങ്കേതിക സഹായം ലോകത്തിൽ എവിടെ നിന്ന് ലഭിക്കുമോ അത് ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കണം. 4, ഗവൺമെൻറ് സാറുമാരെ വെച്ച ഒരു പണിയും ചെയ്യണ്ട. സ്വകാര്യ ഏജൻസികൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സാഹചര്യവും ആവശ്യമെങ്കിൽ വളരെ കുറഞ്ഞ പലിശയിൽ മുടക്കുമുതലും ഒക്കെ നൽകി സഹായിക്കണം. 5, ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യാവസായിക ആവശ്യങ്ങൾക്ക് തികച്ചും സൗജന്യമായി വൈദ്യുതി നൽകണം. 6, ഗവൺമെൻറ്റിൻ്റെ പ്രമോഷൻ മതി, ഉദ്യോഗസ്ഥന്മാരുടെ സഹായം വേണ്ട. അവർ കൂടിയാൽ സകലത് മുടിഞ്ഞ് മുദ്രയിട്ട് പോകുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന പോലെ. ഇപ്പം നമ്മൾ നോക്കുമ്പം കേരളത്തിൽ ചീഞ്ഞ് നാറിപ്പോകുന്ന ചക്ക ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കാണും. റംബുട്ടാൻ അവസാന കാലത്ത് ആർക്കും വേണ്ടാതെ പോകും. മംഗോസ്റ്റിനും പിലോസാനും ഒക്കെ ഇതുപോലെ തകർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ സകല മേഖലയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ലോകത്തിൽ എവിടെ അതിന് ആവശ്യക്കാരുണ്ടോ അവിടെ എത്തിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വില കൊണ്ടുവരികയും അതിൻ്റെ ആനുപാതികമായിട്ട് കൃഷിക്കാരൻ അത് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കേരളത്തിൽ കൃഷി നിലനിർത്താൻ പറ്റുള്ളൂ. കൃഷി നിലനിർത്തിയില്ലെങ്കിൽ ഭക്ഷണകാര്യങ്ങൾക്ക് വരെ നമ്മൾ ഈ വിഷത്തിനെ ആശ്രയിക്കേണ്ടി വരും, മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നതിനെ ആശ്രയിക്കേണ്ടി വരും. അതിനപ്പുറം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.